ഹായ് ഓൾ. അപ്പോൾ ഇതാണ് നമ്മളെ ബൈറ്റ് ഫ്ലോ. ബേസിക്കലി ഇതൊരു എ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം ആണ്. കോമ്പറ്റീറ്ററായി വരുന്നത് N8 Zapier പോലത്തെ ടൂൾസ് ഒക്കെയാണ് വരുന്നത്. സോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ടൂൾ യൂസ് ചെയ്യേണ്ടത്, ഇതിലുള്ള ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മറ്റുള്ള ഒരു ടൂളിനെക്കാട്ടിയും ഇതൊരു കുറച്ച് ആപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ടൂൾ അല്ല. ഇതിൽ എ ഏജൻസ് ഉണ്ട്. ഇതിന്റെ എ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഏജന്റ് ആണ് വരുന്നത്. പിന്നെ MCP സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിൽ ബിൽറ്റ് ഇൻ വെബ് ആപ്പ് ബിൽഡർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു AI ടൂൾ ആണ്. ബിഗിനർ ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു AI ഓട്ടോമേഷൻ ടൂൾ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പോണത് ഇതിൽ എങ്ങനെ ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അതിനെ കുറിച്ചിട്ട് ആദ്യം ചെയ്തുതരാം, പറഞ്ഞുതരാം. സോ ഇതാണ് ഇതിന്റെ പേജ് കാര്യങ്ങൾ വരുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇമെയിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സുഖമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊമോ കോഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി ബൈറ്റ് ഫ്ലോ എന്ന് പറഞ്ഞതിന്റെ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോഡ്, കണക്റ്റേഴ്സ്, അതേപോലെ MCP, പിന്നെ ഏതാണ് ലൈക്ക് ട്രിഗേഴ്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ജനറേറ്റ് UI ബേസ്ഡ് നമുക്ക് UI കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള AI ബേസ്ഡ് സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് MCP നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ MCP ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലുപരി നമുക്ക് നമ്മുടേതായ രീതിയിൽ MCP ബിൽഡ് ചെയ്യണമെങ്കിൽ MCP ബിൽഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് MCP ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുറെ ടെംപ്ലേറ്റ്സ് ഒക്കെ കിട്ടും. മറ്റുള്ള ആൾക്കാർ ചെയ്തതോ അല്ലെങ്കിൽ ബൈറ്റ് ഫ്ലോന്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ന്യൂ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ വർക്ക് ഫ്ലോസ് ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ കുറെ വർക്ക് ഫ്ലോസ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രൊഡക്ടിവിറ്റി ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നമ്മളെ എന്താണോ നമ്മളെ പ്രോബ്ലം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇതിലുണ്ടാവും. പ്രോംപ്റ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താന്നുള്ളതാണ്. സോ നമുക്ക് ഒരു പുതിയൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മാനുവൽ ട്രിഗറിനെ കുറിച്ച് പറയാം. മാനുവൽ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഫ്ലോനെ ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി മാനുവൽ ട്രിഗർ യൂസ് ചെയ്യുന്നത്. ഷെഡ്യൂൾ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വർക്ക് ഫ്ലോ ഉണ്ട്. അതിന് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ആ വർക്ക് ഫ്ലോ റൺ ആവണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിഡ് ആയിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഷെഡ്യൂൾ ട്രിഗർ യൂസ് ചെയ്യുന്നത്. ചാറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സൂപ്പർ ഏജന്റ്. അത് നമുക്കൊരു ചാറ്റ് ത്രൂ കൊടുത്തിട്ട് നമുക്കൊരു വർക്ക് ഫ്ലോനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചാറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെബ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈറ്റ് ഫ്ലോയിൽ വരുന്ന ഈ ഒരു വർക്ക് ഫ്ലോനെ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ട് വരുന്നുള്ള ഒരു ആപ്പോ വെബ്സൈറ്റോ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമുക്ക് വെബ് ട്രിഗർ വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണ്. എനിക്കൊരു ബുക്കിംഗ് വന്നു വെബ്സൈറ്റിൽ. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഈ വർക്ക് ഫ്ലോ എന്ത് ചെയ്യും, റൺ ആവും. അവിടെ ഒരു ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഈ വർക്ക് ഫ്ലോ ഇവിടെ റൺ ആവും. അതിന് വേണ്ടിയിട്ടാണ് വെബ് ട്രിഗർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആപ്പ് ഇൻബോക്സ് ട്രിഗർ ആണ്. ആപ്പ് ഇൻബോക്സ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബിസിനസ് വാട്സപ്പ് ഉണ്ട്. ആ ബിസിനസ് വാട്സപ്പിൽ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആപ്പ് ഇൻബോക്സ് ട്രിഗർ വരുന്നത്. പിന്നെ വരുന്നതാണ് വാട്സപ്പ് ട്രിഗർ. വാട്സപ്പ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, എൻ്റെ പേഴ്സണൽ വാട്സപ്പിന് വേണ്ടിയിട്ട് അതിൽ വരുന്ന മെസ്സേജസിന് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വാട്സപ്പ് ട്രിഗർ വരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ട്രിഗേഴ്സ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ മാനുവൽ ട്രിഗർ കാര്യങ്ങൾ വന്ന് ഇനി മാനുവൽ ട്രിഗറിന് നമുക്കൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് വേണ്ടത് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഏജന്റിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഏജന്റ് ആയിട്ട് ബൈറ്റ് ഫ്ലോയിൽ വരുന്ന സൂപ്പർ ഏജന്റ് ആണ്. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം, അതിനൊന്ന് നോക്കി നോക്കാം. സൂപ്പർ ഏജന്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജന്റിനെ കിട്ടും. ഈ ഏജന്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട എന്താ, ഒരു മെയിൽ അയക്കാനാണ്, ഒരാളിലേക്ക് മെയിൽ അയക്കാനാണ്. ആ മെയിൽ അയക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ MCPയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ MCP ഉണ്ട്. ഇതിൽ Gmail MCP സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് കിട്ടും. Gmail MCP ഇതിനുണ്ട്. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ Gmail MCP ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഇതായിട്ട് കണക്ട് ചെയ്തു കൊടുത്തു. ഇപ്പം ഏകദേശം നമുക്ക് ഒരു വർക്ക് ഫ്ലോന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ, സൂപ്പർ ഏജന്റിനോട് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. എന്താണ്, ഒരു ഡമ്മി മെയിൽ എൻ്റെ Gmailക്ക് അയക്കാൻ പറയാം. അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വർക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഒരാൾക്ക് മെയിൽ അയക്കാൻ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ തോന്നും ഇതിൻ്റെ ആവശ്യമുണ്ടാവും. പക്ഷേ നമ്മൾ ഇത് യൂസ് ചെയ്യണത് ഒരു ദിവസം 30 ആൾക്കാർക്കോ 40 ആൾക്കാർക്കോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്. അത്രയും നമ്മളെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടോമേഷൻ. ഇപ്പം ഞങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾക്കിപ്പോൾ തൽക്കാലം നമ്മളടുത്ത് ഒരു 30-60 ആൾക്കാരെ ഇമെയിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഷീറ്റ് കൊടുത്തിട്ട് സൂപ്പർവൈസറിനോട് പറയാണ് ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് എൻ്റെ ഇതിൽ നിന്ന് മെയിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൽ പോകും. അത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെ ഈ ഒരു സൂപ്പർവൈസറിനെ കൊണ്ട് നമുക്ക് ഒരു മെയിൽ എങ്ങനെ തൽക്കാലം അയക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ എങ്ങനെ കാണിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൂപ്പർവൈസറിനോട് ഞാൻ പറയാണ്, ഇതാണ് ഞാൻ പ്രോംപ്റ്റ് ആയി കൊടുക്കുന്നത്. സിമ്പിളായിട്ട് കൊടുത്ത പ്രോംപ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ജിമെയിൽ MCP ആണ്. ജിമെയിൽ MCPയിൽ ആദ്യം എന്ത് ചെയ്യണം, എൻ്റെ ഗൂഗിൾ കണക്ട് ചെയ്യണം. ഗൂഗിൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഗൂഗിൾ ഇതിനായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏകദേശം നമ്മൾ വർക്ക് ഫ്ലോ ഫുൾ ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പേര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഫ്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വർക്ക് ഫ്ലോ റൺ ആയിക്കൊണ്ടിരിക്കുക. ഈ സൈഡത്തെ ബാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൽ റൺ ആവുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കാത്തതിൻ്റെ ഇഷ്യൂ ആണ്. ഇതിപ്പോൾ ഡെമോ മെയിൽ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. സോ നമുക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെമോ മെയിൽ നമ്മൾക്ക് വരും. ഇപ്പം എൻ്റെ ജിമെയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെമോ മെയിൽ പോയിട്ടുണ്ട്. വർക്ക് ഫ്ലോ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ വർക്ക് ഫ്ലോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒരു ഡെമോ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. സോ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ മാനുവൽ ട്രിഗർ നമുക്ക് മാറ്റിയിട്ട് വേറെ ഏത് ട്രിഗർ കൊടുത്തു കഴിഞ്ഞാലും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്ക് ഫ്ലോനെ റൺ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് ജനറേറ്റീവ് UI കുറിച്ചിട്ടാണ്. ജനറേറ്റീവ് UI എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോനെ നമുക്ക് സിമ്പിളായിട്ട് അതിനൊരു UI കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ആ UIയിൽ കയറിയിട്ട് ആ ഒരു വർക്ക് ഫ്ലോനെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു വെബ്സൈറ്റ് പോലെ ലോഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനറേറ്റീവ് UI വരുന്നത്. സോ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ജനറേറ്റീവ് UI ബേസ്ഡ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്ത്, എനിക്കൊരു സൈബർ പങ്ക് മോഡലിൽ വേണം നമുക്ക് ആ വർക്ക് ഫ്ലോൻ്റെ UI വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈബർ പങ്ക് എന്ന് കൊടുത്താൽ മതി. റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് എന്ത് ചെയ്യും, ആ ലാസ്റ്റ് വർക്ക് ഫ്ലോനെ ഒരു UI ക്രിയേറ്റ് ചെയ്തെടുക്കും. സൈബർ പങ്ക് തീമിലായിട്ട് ആണ് ഇത് എന്ത് ചെയ്ത് തരാം, ബിൽഡ് ചെയ്ത് തരാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ നമ്മളെ UI ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവും. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സത്യത്തിൽ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മളൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്തിട്ട് അത് നമ്മളൊരു നമ്മളെ കസ്റ്റമറിനോ അല്ലെങ്കിൽ നമ്മളെ ക്ലയൻറ്റിനൊക്കെ നമുക്കത് അവർക്കത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ UI യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ പറ്റും. UI വെച്ചിട്ട് നമുക്കത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് സിമ്പിൾ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ക്ലയൻസിനെ ഒന്നും കൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് ഈ UI കൊണ്ടുള്ള ഉപകാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇപ്പോൾ സൈബർ പങ്ക് ആണ് ഇതിൻ്റെ ഒരു തീം കൊടുത്തിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനി ഇത് ലോഞ്ച് ചെയ്യാം, വേറെയുള്ള ആൾക്കാരെ അത് യൂസ് ചെയ്തൊക്കെ ചെയ്യാം. അടുത്തത് ഞാൻ പറയാൻ പോണത് MCP ബിൽഡറിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് MCP ബിൽഡറിൻ്റെ വർക്കിംഗ് എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്തു, സെർവറിന് നെയിം കൊടുത്തു. എനിക്കിപ്പോൾ വേണ്ടത് ഒരു യൂട്യൂബിൻ്റെ ഒരു MCP ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, MCP ലൈക്ക് ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇപ്പം എന്ത് ചെയ്യണം, ക്രിയേറ്റ് ഞാൻ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ MCP ബിൽഡർ യൂസ് ചെയ്തിട്ട് ഒരു MCP ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെത്. സോ നമുക്ക് ഇതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഡയറക്റ്റ് ഒന്നുമില്ല, ഈ ഡിപ്ലോയ് നിൽക്കി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു നമ്മളെ അക്കൗണ്ടിൽ എന്ത് ചെയ്യപ്പെടും, ഒരു MCP ഫോമായിട്ടോ നമുക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് ഇപ്പോൾ ലൈക്ക് ഇതിലിപ്പോൾ 100 സംതിങ് MCP കാര്യങ്ങൾ ഇതിലുണ്ട്. നിലവിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മളൊരു ചെയ്യാൻ പോണ വർക്ക് ഫ്ലോയിലുള്ള MCP ഇതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സുഖമായിട്ട് MCP ബിൽഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ MCP ഉണ്ടാക്കാൻ പറ്റും. ഈ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള ഇന്റേണലായിട്ട് വരുന്ന ഏതെങ്കിലും ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ലൈക്ക് N8 Zapier അതിലൊന്നും ഇങ്ങനത്തെ ഈ ഒരു ഫീച്ചർ ഇല്ല, ഇതിൽ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ MCP ബിൽഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് നമ്മളേതായ MCP ബിൽഡ് ചെയ്യാനും കൂടെ പറ്റും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത്.
ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോണത് ലൈക്ക് ഈ ഒരു വർക്ക് ഫ്ലോനെ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ മുന്നേ ചെയ്ത വർക്ക് ഫ്ലോസ് കാര്യങ്ങളൊക്കെ കാണാൻ മാനേജ് വർക്ക് ഫ്ലോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നേ ചെയ്ത വർക്ക് ഫ്ലോസ് കാണാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഷെഡ്യൂൾസിന്റെ കാര്യം വരുന്നത് ഇതിൽ വരുന്നുണ്ട്. ഷെഡ്യൂൾ ട്രിഗർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ലൈക്ക് ഫ്ലോനെ കുറിച്ചിട്ട് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. താങ്ക് യു.